നമസ്കാരം. ഇടതുപാളയം വിട്ട് സ്വതന്ത്രനായി ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പി.വി. അൻവർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ആദ്യം മുതൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വരെയും പിഴച്ചുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഇടതുപാളയത്തിൽ നിന്നിരുന്ന സമയത്തെല്ലാം ഇടതു നേതൃനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി തിളങ്ങി നിന്നിരുന്ന പി.വി. അൻവർ ഇടതിനു വേണ്ടി നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പോലും ശബ്ദമുയർത്തി ഭയപ്പെടുത്തുവാൻ ശ്രമിച്ച, പിന്നീട് നിരുപാധികം മാപ്പ് പറയാൻ വിധിക്കപ്പെട്ട പി.വി. അൻവർ ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വന്തം പിതൃസ്ഥാനത്ത് കാണുന്നു എന്ന് പറഞ്ഞ പി.വി. അൻവർ പിന്നീട് അദ്ദേഹത്തെയും പാർട്ടിയെയും തള്ളിപ്പറഞ്ഞ് എം.എൽ.എ. സ്ഥാനം രാജിവെക്കുന്നു. ഇടതുപാളയം വിട്ടുവരുന്ന കരുത്തനായ തന്നെ സ്വാഭാവികമായും എതിർചേരിയായ UDF സ്വീകരിക്കുമെന്ന് കരുതിയിരുന്നു പി.വി. അൻവർ. അവിടെ വീണ്ടും പിഴയ്ക്കുന്നു. ആദ്യഘട്ടത്തിൽ UDF തങ്ങളോടൊപ്പം സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി പ്രവേശനം ലഭിക്കുന്നതിന് മുമ്പ് അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തെ വെട്ടിലാക്കി. പി.വി. അൻവറിനെയും UDFനെയും അത് അത്രമേൽ അകറ്റി. പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്ന പി.വി. അൻവറും വി.ഡി. സതീശനും അതിനു മുമ്പ് ഒരു വേദിയിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടതൊക്കെ അൻവർ UDFിലേക്ക് തന്നെ എത്തുമെന്ന് പലരും കണക്ക് കൂട്ടാനുള്ള കാരണമായി. അൻവറും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാകണം ഇരിക്കു മുൻപേ അൻവർ കാല് നീട്ടിയത്. എം.എൽ.എ. സ്ഥാനം രാജിവെച്ചതിന് ശേഷം പി.വി. അൻവർ നേരിടുന്ന രണ്ടാമത്തെ തിരിച്ചടി അതാണ്. അങ്ങനെ വി.ഡി. സതീശനോടും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോടുമായി അൻവറിൻ്റെ വിയോജിപ്പും എതിർപ്പും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ആദ്യഘട്ടത്തിൽ ഒന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു അൻവർ. അങ്ങനെ UDF ഷൗക്കത്തിനെ മാറ്റി ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കണക്കൂട്ടലായി അയാൾക്ക്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ആദ്യഘട്ടത്തിൽ ഒന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ UDF ഷൗക്കത്തിനെ മാറ്റി ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പിന്നീട് പി.വി. അൻവർ ഉണ്ടായിരുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും വി.ഡി. സതീശിൻ്റെയും പാർട്ടിയുടെയും തീരുമാനം അങ്ങനെ വേണ്ട എന്നായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ കണക്കുകൂട്ടലും പിഴയ്ക്കുന്നു. നിരന്തരമായ തിരിച്ചടിയിൽ തനിക്ക് വ്യക്തിവൈരാഗ്യം ഏറെയുള്ള ഷൗക്കത്തിനും ഒപ്പം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന UDF മുന്നണിക്കുമെതിരെ ആദ്യഘട്ടത്തിൽ നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറാകുന്നു. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് UDFിൽ നിന്ന് ലീഗിനെ അകറ്റും എന്ന ധാരണയും കണക്കുകൂട്ടലും അൻവറിന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ തനിക്ക് വോട്ട് നേടിയെടുക്കാമെന്ന ധാരണയിലേക്ക് എത്തുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയും തങ്ങൾ കുടുംബവും ഷൗക്കത്തിനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തെത്തിയതോടെ ആ കണക്കുകൂട്ടലും പിഴച്ചു. പിന്നീട് എപ്പോഴോ ഉള്ള ചിന്തയിലായിരിക്കണം ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാമെന്ന ചിന്തയിലേക്ക് അൻവർ എത്തിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളാണ് അൻവറിന്റെ പ്രധാന ലക്ഷ്യം. പ്രീപോൾ സർവേയിൽ 4% മാത്രം വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ കണക്കുകൾക്കപ്പുറം വോട്ട് നേടി ദോഷമില്ലാത്ത തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ മറികടക്കുവാനാണ് ഇപ്പോഴുള്ള അൻവറിന്റെ തത്രപ്പാട്. ഭരണവിരുദ്ധ വികാര വോട്ടുകൾ നേടിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായി എം സ്വരാജിനും പിണറായി വിജയനുമെതിരായി കുറച്ചുകൂടി ശക്തിയിൽ ശബ്ദമുയർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻവർ അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. അതിന് അൻവറിനെ ചൊടിപ്പിച്ചതാകട്ടെ മുഖ്യമന്ത്രിയുടെ വഞ്ചകൻ എന്ന പരാമർശവും. തൊട്ടുപിന്നാലെ എം സ്വരാജ് പരാജയപ്പെട്ട് തകർന്നു പോകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് ഈക്വലാണ് എം സ്വരാജ് എന്നും പറഞ്ഞു വെക്കുന്നു. അതായത് എം സ്വരാജിന്റെ വ്യക്തിപ്രഭയിൽ നിന്ന് ലഭിക്കേണ്ട വോട്ടിൽ പിണറായി വിജയനോട് വിരുദ്ധ അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ ആ വോട്ടുകൾ തൻ്റെ വോട്ട് ബാങ്കിലേക്ക് അടുപ്പിക്കുക എന്ന ഉദ്ദേശം അതിൽ വ്യക്തമാണ്. ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഇതിലെ മറ്റൊരു ലക്ഷ്യം കൂടിയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എം സ്വരാജിനെതിരായി ശബ്ദമുയരുന്നുണ്ട് എന്നതായിരുന്നു മറ്റൊരു വാദം. കൂടാതെ VS അനുയായികൾ ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് തനിക്ക് അനുകൂലമാക്കാൻ ഒരു ആയുധവും അൻവർ ഉപയോഗിക്കുന്നു. VS അച്യുതാനന്ദനെതിരെ എതിർത്ത് സംസാരിച്ച നേതാവാണ് എം സ്വരാജ് എന്ന ഓർമ്മപ്പെടുത്തൽ ആയുധത്തിന്റെ മൂർച്ച കൂട്ടുന്ന ഒരു രീതി കൂടിയാണ്. ഇടതു വലത് മുന്നണികൾ തമ്മിലാണ് ഇവിടെ പ്രധാന പോരാട്ടം എന്ന് മനസ്സിലാക്കിയ പി.വി. അൻവർ ഭരണവിരുദ്ധ വികാരത്തിലൂടെയുള്ള വോട്ടുകളാണ് തനിക്ക് പ്രധാനമായും ലഭിക്കുവാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി ഇടതിന് നേരെ ശബ്ദമുയർത്തുന്നു. അതിനായി ഇവിടെ പിണറായിയും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഭരണവിരുദ്ധ വികാര വോട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് അൻവർ. വഞ്ചകനായ ഒരാൾ രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക്
താൻ രാജിവെച്ചില്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആര് ചർച്ച ചെയ്യുമായിരുന്നു എന്ന ശക്തമായ ഒരു ചോദ്യം അയാൾ ചോദിക്കുന്നു. തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കണക്കുകൂട്ടലുകളെല്ലാം അടിമുടി പിഴച്ചു നിൽക്കുന്ന അൻവറിന് 2016 ആ പ്രൗഢിയോടെ നിലമ്പൂരിലേക്ക് കടക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രസക്തം. ഇടതുപക്ഷം എന്ന ഇല്ലത്തു നിന്നിറങ്ങി UDF എന്ന അമ്മാത്തോട്ട് എത്താൻ കഴിയാതെ പോയ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങോട്ട്?